Hi children, welcome back to science class. Hope you are all doing very well. Stay home and be safe. In last class we complete our lesson 1 types of plants. Today we discuss a new lesson, lesson 2 uses of plants. Please take your EVS textbook. So children, please take page number 132. There is a beautiful yellow box given for you. Draw and paint your favorite vegetables and fruits there. Take page number 133. Page number 133. Many plants are useful to us. Plants are useful in different ways. We get food, medicines, perfumes, oil, wood, paper, rubber and many other things from plants. We grow some plants to make our surroundings beautiful. Plants are useful in different ways. Plants നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മളെ യൂസ്ഫുൾ ആണ്, ഉപകാരപ്രദമാണ് പ്ലാന്റ്സ്. വി ഗെറ്റ് ഫുഡ്. നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത്? വി ഗെറ്റ് ഫുഡ്, മെഡിസിൻസ് ഭക്ഷണം, അതുപോലെ തന്നെ മരുന്ന്, പെർഫ്യൂംസ്, ഓയിൽസ് എണ്ണ, വുഡ് അതുപോലെ തന്നെ തടി, നമ്മുടെ വീട് പണിക്കൊക്കെ ആവശ്യമായിട്ടുള്ള തടി, പേപ്പർ, റബ്ബർ ആൻഡ് മെനി അതർ തിങ്സ്. ഒരുപാട് വസ്തുക്കൾ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. വി ഗ്രോ സം പ്ലാന്റ്സ് ടു മേക്ക് അവർ സറൗണ്ടിങ്സ് ബ്യൂട്ടിഫുൾ. അതുമാത്രമല്ല, നമ്മളുടെ വീട് മനോഹരമാക്കാൻ നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ റോസ്, ജാസ്മിൻ അങ്ങനെയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വീടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കാറുണ്ട് അല്ലേ? വീടിന് ചുറ്റും വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് അവർ സറൗണ്ടിങ്സ് ബ്യൂട്ടിഫുൾ. നമ്മുടെ വീടിന് ചുറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിന് ചുറ്റും പ്ലാന്റ്സ് വെച്ച് പിടിക്കാറുണ്ട്. ഓൾറെഡി സ്റ്റഡി ദാറ്റ് the plants useful for different things. First use is plants gives us food. Plants gives us food. First, we eat roots of plants such as carrot and beetroot. We eat roots of plants such as carrot and beetroot. നമ്മൾ പ്ലാന്റിൻ്റെ പാർട്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ആ പാർട്ടിൽ ഫസ്റ്റ് പാർട്ട് ഏതായിരുന്നു? റൂട്ട്സ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്ടായ റൂട്ട് നമ്മൾ ഫുഡായിട്ട് കഴിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട്. നെക്സ്റ്റ്, വി ഈറ്റ് സ്റ്റെം ഓഫ് പ്ലാന്റ്സ്. ഇനി നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ സ്റ്റെംസ് ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് സച്ച് ആസ് ജിഞ്ചർ ഇഞ്ചി ആൻഡ് പൊട്ടറ്റോ ഉരുളൻകിഴങ്ങ്. ജിഞ്ചർ ആൻഡ് പൊട്ടറ്റോ. We eat stems of plants such as ginger and potato. ഇനി നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ സ്റ്റെംസും എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ജിഞ്ചർ ആൻഡ് പൊട്ടറ്റോ. ജിഞ്ചർ ഇഞ്ചി, പൊട്ടറ്റോ എന്താണ്? ഉരുളൻ കിഴങ്ങ്. നെക്സ്റ്റ് വൺ, we eat the leaves of plants such as cabbage and mint. ഇനി നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ക്യാബേജ് ആൻഡ് മിൻറ്റ്. മിൻറ്റ് മീൻസ് പുതിന. നെക്സ്റ്റ് വൺ, വി ഈറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് ടൊമാറ്റോ ആൻഡ് കുക്കുംബർ. ഇനി നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ എന്താണ് ഫ്രൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ടൊമാറ്റോ ആൻഡ് കുക്കുംബർ. ചില പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ടൊമാറ്റോ ആൻഡ് കുക്കുംബർ. വി ഈറ്റ് ദ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് ഗ്രാം ആൻഡ് പീ. ഇനി നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ സീഡ്സ് എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വി ഈറ്റ് ദ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് ഗ്രാം ആൻഡ് പീ. അതായത് കടല അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? സീഡ്സ് നമ്മൾ കടല, പയർ തുടങ്ങിയ സീഡ്സ് ഒക്കെ പ്ലാന്റ്സിൻ്റെ സീഡ്സ് ഒക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ, വി ഈറ്റ് ദ ഗ്രെയിൻസ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് മെയ്സ്, wheat and
റൈസ്. അപ്പോൾ എന്താണ് നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ ഗ്രെയിൻസ് ധാന്യങ്ങൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സച്ച് ആസ് എന്തൊക്കെയാണ് എക്സാമ്പിൾ? മെയ്സ് ചോളം, വീറ്റ് ഗോതമ്പ് ആൻഡ് റൈസ് എന്താണ് നമ്മൾ കഴിക്കുന്ന അരി, നെല്ല് ഒക്കെ നമ്മൾ എന്താണ് അതൊക്കെ? പ്ലാന്റിൻ്റെ ഗ്രെയിൻസ് ആണ്, ധാന്യങ്ങളാണ്. വി ഈറ്റ് ദ ഗ്രെയിൻസ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് മെയ്സ്, വീറ്റ് ആൻഡ് റൈസ്. ചില പ്ലാന്റ്സിൻ്റെ ധാന്യങ്ങളും നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. I hope all of you understood this portion. Thank you. See you again.